ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ബീഫും മഞ്ഞളും ഉപ്പും കുരുമുളകും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു 3-4 വിസിൽ വരെ അടിക്കേണ്ടതാണ്. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. നമുക്ക് കടുക് കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് ഏകദേശം എല്ലാം പൊട്ടിത്തീർന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 6 സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നു. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ടതുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കി എടുത്ത ഈ പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, മുളക് പൊടി ഒരു 3 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, ഇത് ഇത്രയും കൂടി നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം.